കേരളത്തെ സംബന്ധിച്ച് 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും കണക്കുകൂട്ടലുകളും ഒക്കെയാണ് നടക്കുന്നത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ നിന്നും 4 സീറ്റുകൾ ലഭിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു സീറ്റ് കൂടി അധികം കിട്ടിക്കൂടായികയുമില്ല. അതിൻ്റെ ഒരു കാരണങ്ങളിലേക്കാണ് ഇന്ന് കടക്കാൻ ആഗ്രഹിക്കുന്നത്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ UPAക്ക് 20-ൽ 19 സീറ്റുകൾ ലഭിച്ചു. LDFന് 1 സീറ്റും ലഭിച്ചു. അന്നിതെങ്ങനെ സംഭവിച്ചു? നമുക്കറിയാം, 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് പല സംസ്ഥാനങ്ങളിലും അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു. രാജസ്ഥാൻ, അതേപോലെ മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവിടെയൊക്കെ BJPയുടെ കയ്യിലിരുന്ന ഭരണം കോൺഗ്രസ് മുന്നണി പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പാണ് 2019 വന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. അവിടെയൊക്കെ BJPയുടെ ഭരണത്തിന് കീഴിൽ ആ സംസ്ഥാനങ്ങൾ വന്നു എന്ന് മാത്രമല്ല, പിന്നീട് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJP തന്നെ ആ സീറ്റുകൾ നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാഹചര്യം വ്യത്യസ്തമാണ്. രണ്ടാമത്, 2019 തെരഞ്ഞെടുപ്പിൽ UPAക്ക് വിജയം സിദ്ധിക്കും എന്ന് വിശ്വസിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ UPAയുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് രാഹുൽ ഗാന്ധിയാണ്. UPA അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചത് കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ്. ആ മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷം ഉള്ള മണ്ഡലമാണ്. അവിടേക്ക് വന്ന രാജീവ് ഗാന്ധിയെ സ്വീകരിച്ചത് പച്ച കൊടികൾ പാറിപ്പറത്തിക്കൊണ്ടായിരുന്നു. ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് രാഹുൽ ഗാന്ധി ചെന്ന സ്ഥിതിവിശേഷമായിരുന്നു. അവിടെയുള്ള മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചു. കാരണം അദ്ദേഹം അടുത്ത പ്രധാനമന്ത്രിയാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയി വന്നു കഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് ജയിച്ച ആള് എന്നുള്ള നിലയിലും മുസ്ലിം സമുദായത്തിന് അപ്രമാദിത്വം കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ലഭ്യമാകും എന്ന് അവർ വിശ്വസിച്ചു. അത് അവിടെ മാത്രമല്ല അത് സംഭവിച്ചത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും ഉള്ള മുസ്ലിം സമുദായ അംഗങ്ങൾ വളരെ ആത്മാർത്ഥമായി സന്തോഷത്തോടുകൂടി കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്തു. ഒരിടത്ത് മാത്രം കുഴപ്പം പറ്റി, ആലപ്പുഴ. അത് കാരണങ്ങൾ വേറെയാണ്. അപ്പോൾ ഒരു വലിയ സമുദായത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ. മറ്റൊന്ന്, ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ ഗാന്ധി അവരുടെ ആളാണ്. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി. സോണിയാഗാന്ധി വിവാഹം കഴിച്ചതോടുകൂടി ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവായിരുന്ന രാജീവ് ഗാന്ധി ക്രൈസ്തവ മതം സ്വീകരിച്ചു. റോബർട്ട് എന്ന പേരും സ്വീകരിച്ചു. അവരങ്ങനെ ജീവിക്കാൻ. അപ്പോൾ തങ്ങളുടേതായ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിനും ഒരു മേൽക്കൈ ഇന്ത്യയുടെ ഭരണത്തിലുണ്ടാകും എന്ന് അവരും വിശ്വസിച്ചു. നമുക്കറിയാം, കേരളത്തിൽ ക്രൈസ്തവ സമൂഹം നല്ലൊരു ശതമാനമാണ്. അപ്പോൾ അവരുടെയും ആത്മാർത്ഥമായി വോട്ട് കിട്ടി. അപ്പോൾ മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങൾ ഒന്നടങ്കം UPAക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് 19-1 എന്ന ഇക്വേഷൻ വന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. നമുക്കറിയാം, ഇപ്പോൾ BJP വീണ്ടും അധികാരത്തിൽ വരും എന്ന സാഹചര്യം നിലനിൽക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് അന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിച്ച പിന്തുണ ഇത്തവണ ലഭിക്കില്ല. കാരണം UPA അധികാരത്തിൽ വരത്തില്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകത്തില്ല. രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ അദ്ദേഹം യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല.
അവർക്ക് അദ്ദേഹത്തോട് കടപ്പാടില്ല, അദ്ദേഹത്തിന് അവരോടും കടപ്പാടില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഷ്ടിച്ച് ജയിച്ചെങ്കിലായി, അല്ലെങ്കിൽ ആ സീറ്റ് സുരേന്ദ്രൻ കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒക്കില്ല. ഇനി നമുക്കറിയാം മറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം, അവിടെ ശശി തരൂർ കഴിഞ്ഞ 3 തവണ മത്സരിച്ച് വിജയിച്ചയാളാണ്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. തന്നെയുമല്ല, ഈ പ്രാവശ്യവും അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ പോലും ഒരു മന്ത്രിയാകാനോ ഒന്നും സാധ്യതയില്ല. കാരണം UP അധികാരത്തിൽ വരുത്തതുമില്ല. മറിച്ച് രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ അദ്ദേഹം മന്ത്രിയാണ്. വിജയിച്ചാൽ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറിമറിയും. വളരെയേറെ കോടാനുകോടി രൂപകളുടെ വികസന പദ്ധതികൾ അവിടെ നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ കൂടി ഉയർന്ന ചിന്തിക്കുന്നവരാണ്, പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥിതിയിൽ വെച്ച് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു സീറ്റ് ഉറപ്പ്. രണ്ടാമത് ആറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ ഈ അടൂർ പ്രകാശാണ് UPAയുടെ കാൻഡിഡേറ്റ്. അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചു. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലത്തിന് എന്ത് പ്രയോജനമുണ്ടായി? ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇനി അപ്പുറത്ത് നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണിയോ? ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. മറിച്ച് V മുരളീധരൻ മന്ത്രിയാണ്. അദ്ദേഹം വീണ്ടും ജയിച്ചു വന്നാൽ ക്യാബിനറ്റ് മിനിസ്റ്ററാകും. അദ്ദേഹവും ആ മണ്ഡലത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ 2 സീറ്റ് BJPക്ക് ഉറപ്പാണ്. മൂന്നാമത് ആലപ്പുഴ. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷമല്ല ഇപ്പോൾ. ഭാഗ്യവശാൽ നായർ സമുദായവും ഈഴവ സമുദായവും ജാതി വ്യത്യാസം മറന്ന്, രാഷ്ട്രീയം മറന്ന് ശോഭ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിക്കുകയും അണികൾക്ക് നിർദ്ദേശങ്ങൾ വേണ്ട വിധം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. മാത്രവുമല്ല, BJPയുടെ ഒരു തീപ്പൊരി ആണ് ശോഭ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ, എന്ത് വിഷയവും വളരെ ആധികാരികമായി കൈകാര്യം ചെയ്യാനും പറയാനും പറഞ്ഞ് ഫലിപ്പിക്കാനും പറഞ്ഞ് തൻ്റെ വഴിക്ക് കൊണ്ടുവരാനും കഴിവുള്ള ഒരു സ്ത്രീ. അവർ വിജയിച്ചാൽ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ ശോഭ സുരേന്ദ്രൻ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ മറ്റൊന്നുകൂടിയുണ്ട്, ക്രൈസ്തവ സമൂഹം കൂടി പരസ്യമായി ശോഭയ്ക്ക് പിന്തുണയുമായി വന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. പിന്നെ ജയരാജൻ വിഷയം ശോഭ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊണ്ടുവന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ 3 സീറ്റ് ഉറപ്പാണ്. നാലാമത് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ സംശയമേ വേണ്ട. സുരേഷ് ഗോപി നേരത്തെ അങ്ങ് എടുത്ത സീറ്റ് ആണ് തൃശ്ശൂർ. ഈ പ്രാവശ്യവും അദ്ദേഹത്തിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതറിയാം. വളരെ നല്ലൊരു മനുഷ്യൻ, സഹാനുഭൂതിയുള്ളവൻ, എന്ത് പ്രശ്നത്തിലും ഇടപെടുന്നയാൾ, ആരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് പണം യഥേഷ്ടം ചിലവാക്കുന്നയാൾ. അങ്ങനെയുള്ള ഒരാൾ ജയിച്ചു വന്നാൽ തൃശ്ശൂർ ഒരു സമൃദ്ധമായൊരു മണ്ഡലമായി മാറുമെന്നുള്ള കാര്യത്തിൽ അവർക്കും സംശയമില്ല, ആർക്കും സംശയമില്ല. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയും ജയിക്കും. അങ്ങനെ 4 മണ്ഡലം ഉറപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള യുവാവായിട്ടുള്ള K. സുരേന്ദ്രൻ വിജയിച്ചു വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഏതായാലും ഈ 4 സീറ്റ് ഉറപ്പാണ്. ഇനി ഈ 4 സീറ്റ് ഒന്നുകൂടെ ഉറയ്ക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷമാണ്. ഓണം ഒരു ദേശീയ ആഘോഷം, ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പോലെ തന്നെ തൃശ്ശൂർ പൂരവും ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്. ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത അത്ഭുതകരമായിട്ടുള്ള ഒരു ആഘോഷ പരിപാടികളാണത്. തൃശ്ശൂർ ജില്ലയ്ക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക ജില്ല എന്ന പേര് നേടിക്കൊടുത്തത് പോലും ഈ പൂരം പോലെയുള്ള പരിപാടികളാണ് എന്ന് നമുക്കറിയാം. ആ പൂരം ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിച്ചു കുളമാക്കി നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്.
അദ്ദേഹത്തിൻ്റെ പിണിയാളുകളായിട്ടുള്ള പോലീസുകാരെ കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ അലങ്കോലപ്പെടുത്താമോ പെടുത്തിക്കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തു. ഇതിൽ മനം നൊന്ത ഹൈന്ദവ സമൂഹം ഒന്നടങ്കം ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ആ വോട്ടുകളും കൂടി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 4 സീറ്റ് വീണ്ടും ഒന്നുകൂടെ ഉറയ്ക്കുന്നതും 5ാമതൊരു സീറ്റിന് കൂടി ചാൻസും ഉണ്ടാകുന്നു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം.